ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മണി പ്ലാന്റുകളെ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ പരിപാലിച്ചെടുക്കാം, അതിൻ്റെ തൈകളൊക്കെ എങ്ങനെ പെട്ടെന്ന് നമുക്ക് വളർത്തിയെടുക്കാം, അതിന് ഏതൊക്കെ രീതിയിൽ നമുക്ക് നട്ടു വളർത്താം എന്നുള്ളതൊക്കെയാണ് വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. മണി പ്ലാന്റുകൾ പല വെറൈറ്റികൾ നമുക്ക് വളർത്തിയെടുക്കാവുന്ന വെറൈറ്റികളാണ് കാണുന്നതൊക്കെ. നമ്മൾ പല ഷേപ്പിലാക്കി വളർത്തിയെടുത്തിട്ടുള്ളതാണ്. മണി പ്ലാന്റ് തന്നെ മാർബിൾ പോത്തോസ്, അതേപോലെ ഗോൾഡൻ മണി പ്ലാന്റ്, ഇതൊരു ഫിലോഡോണ്ടൺ വെറൈറ്റിയാണ്. ഇതൊക്കെ നമ്മൾ പല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് മണി പ്ലാന്റ് വെറൈറ്റികളാണ്. ഈ ഒരു ഗോൾഡൻ മണി പ്ലാന്റ് നമുക്ക് എങ്ങനെ തൈകൾ മാറ്റി നടാം, അതേപോലെ ഇത് പോസ്റ്റിലാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ചെടികൾ നമ്മൾ ഇൻഡോർ ആയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഇലകളൊക്കെ നല്ല ഗോൾഡൻ ഷേപ്പ് തന്നെയാണുള്ളത്, നിറയെ തിക്കായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. തൈകൾ നമ്മൾ ഇതേപോലത്തെ പുതിയ വള്ളികൾ വളർന്നു വരികയാണ് ചെയ്യുന്നത്. അത് വള്ളികൾ നമ്മൾ ഈ ഒരു പോസ്റ്റിലേക്ക് തന്നെ കെട്ടി വെച്ച് കൊടുക്കാറാണ്. ഇനി നമുക്ക് തൈകൾ എടുക്കാനുള്ളത് കൊണ്ട് ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. കുറച്ച് തൈകൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് നമുക്ക് പുതിയ മണ്ണിലേക്ക് നട്ടു കൊടുക്കാം. ഇതേപോലെ ഒരു ഫിലോഡോണ്ടൺ വെറൈറ്റിയാണ്. ഫിലോഡോണ്ടൺ നമ്മൾ പോസ്റ്റിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് വളരുന്നതനുസരിച്ച് നമ്മൾ ഇതിലേക്ക് ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് തൈകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ഓരോ നോട്ടുകൾ വെച്ചിട്ട് നമുക്ക് കുറച്ച് പീസുകളാക്കി തൈകളാക്കി മുറിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് മണ്ണിലേക്ക് നട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ചെടികൾ ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റിയ ചെടികൾ കൂടിയാണ്. നമ്മുടെ മണി പ്ലാന്റ് വെറൈറ്റി ആയാലും ഈ ഒരു ഫിലോഡോണ്ടൺ വെറൈറ്റി ആയാലും. അപ്പോൾ ഇത്രയും കട്ടിങ്ങുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ആ ഒരു ചെടിയിൽ നിന്ന് തന്നെ 3-4 കട്ടിങ്ങളാക്കി നമ്മൾ മുറിച്ചെടുത്തു. ഇനി നമ്മുടെ പോട്ടി മിക്സ് ആണ്, ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സാണ്. ഇതിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ആദ്യം കുറച്ച് ഭാഗം നമ്മൾ മണ്ണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിലേക്കാണ് ഈ ചെടി വെച്ച് കൊടുക്കുന്നത്. ഇതേപോലെ ചെടികൾ മണ്ണിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം കുറച്ചുകൂടി അതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു പോട്ടിൽ ഈ ഒരു പ്ലാന്റ് ബുഷിയായിട്ട് വളർത്താനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ബാക്കി ഭാഗം മണ്ണിട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ നട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തലഭാഗം നമ്മൾ ഏറ്റവും ഉയർത്തി വെച്ചിട്ട് ബാക്കി ഭാഗം മണ്ണിട്ട് കൊടുത്ത് ഇലകൾ മുകളിലേക്ക് ആക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കട്ടിങ്ങളുടെ ഒക്കെ ഒരു തലഭാഗം നമ്മൾ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇലകൾ മാത്രം കാണുന്ന രീതിയിൽ വെച്ചാലും ഈ ചെടി പുതിയ തൈകൾ ഇന്ന് പൊട്ടി മുളച്ച് വരും. ഈ രീതിയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇല്ലെങ്കിൽ ഓരോ ഇലകളുടെ നോഡുകൾ വെച്ച് കട്ട് ചെയ്താലും ഇതിൻ്റെ തൈകൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. ഇതൊന്ന് ഈ ചട്ടിയിൽ ഈ പോട്ടിലൊന്ന് ബുഷിയായിട്ട് വളരുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിട്ട് കാണാം. അപ്പം അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ മറ്റൊരു വെറൈറ്റി കാണിച്ചു തരാം. ഈ ഒരു വെറൈറ്റി നമ്മൾ ഈ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഒരു ചട്ടിയിൽ വളർത്തിയതാണ്. അപ്പം നിറയെ പടർന്ന് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിരിക്കും. നമ്മുടെ ഗാർഡനിലൊക്കെ ഒരു സെൻറ്റർ വശത്തൊക്കെ ഒരു ചട്ടിയിൽ ഇതേപോലെ ചെടി വെച്ചിട്ട് താഴേക്ക് പടർന്ന് വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ്. ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് മാറ്റാം. ഈ പ്ലാന്റുകൾ നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതുകൂടെ നമ്മൾ കാണിച്ചു തരാം. സെയിം പ്ലാന്റ് ആണ് നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. മാർബിൾ പോത്തോസ് നമുക്ക് ഈ രീതിയിൽ ഹാങ്ങിങ് ആയിട്ടും നിലത്തും ഒക്കെ പടർത്താൻ പറ്റിയ നല്ല വെറൈറ്റിയാണ്. ഇപ്പോൾ നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ള ഗോൾഡൻ മണി പ്ലാന്റ് ആണ്. ഇതും ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബ്രസീലിയൻ ഫിലോഡോണ്ടൺ, അത് വെച്ച് കൊടുത്ത് കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ. പെട്ടെന്ന് പുതിയ തൈകളൊക്കെ ആയിട്ട് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇത്ര മാത്രം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.